വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന +1 അറബിക്കിൻ്റെ ആൻസർ കീ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. മിക്കതും ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാമിന് എല്ലാ ഭാഗവും പഠിച്ചു പോവുക. +1 താരതമ്യേന എളുപ്പമാണ് പഠിക്കാൻ. 100-ൽ 100 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വിഷയമാണ് അറബിക്ക്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇനി പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. A+ അല്ല, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്നത് സത്യമാണ്. നമുക്ക് ചോദ്യങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ? ഈ ക്ലാസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. ഹനാൻ ലഹാം, അതുമായി ബന്ധപ്പെട്ടത് ഔഹനുൽ ബുയൂത്താണ്. ഹനാൻ ലഹാമുമായി ബന്ധപ്പെട്ടത് ഔഹനുൽ ബുയൂത്താണ്. ആരാണ് ഹനാൻ ലഹാം? ഇവർ കാത്തിബത്തുൻ സൂരിയ, സിറിയൻ എഴുത്തുകാരിയാണ്. എപ്പോഴും ചോദിക്കൽ ഇങ്ങനെയാണ്, ഹനാൻ ലഹാം കാത്തിബത്തുൻ സൂരിയ. ഇവരുടെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? മീലാദുൻ ജദീദ്, അശംസു വരീഹ്, ജീലുൽ അത്തഷ്. ഏതൊക്കെയാണ്? മീലാദുൻ ജദീദ്, അശംസു വരീഹ്, ജീലുൽ അത്തഷ്. ഈ ചോദ്യങ്ങളൊക്കെ വീണ്ടും പഠിച്ചു പോകണം. ഇത് ഇനിയും ആവർത്തിച്ച് വരും. പബ്ലിക് എക്സാമിന് ഇത് വീണ്ടും ആവർത്തിച്ച് വരുന്നുള്ളതാണ്. രണ്ടാമത്തത് അസ്സിഹത്ത്, ആരോഗ്യം. നിഅ്മത്തും മിൻ നിഅമില്ലാഹി തആല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് ആരോഗ്യമെന്നുള്ളത്. അസ്സിഹത്തു നിഅ്മത്തും മിൻ നിഅമില്ലാ. അപ്പോൾ അസ്സിഹത്തിനെ കുറിച്ച് അടുത്ത എക്സാമിനൊരു ട്രാൻസ്ലേഷൻ ചോദിക്കാം. ഹെൽത്തുമായി ബന്ധപ്പെട്ട ട്രാൻസ്ലേഷൻ ചോദിക്കാം. അതേപോലെ 8 മാർക്കിൻ്റെ ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അൽ മുസ്ന്, മുസ്ന് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അസ്സഹാബ്, മേഘമാണ്. മുസ്നുമായി ബന്ധപ്പെട്ടത് അസ്സഹാബ്, മേഘമാണ്. ഇബ്രാഹിം നാജി, ഇബ്രാഹിം നാജി എന്നത് ഷാഇറുൻ മിസ്രി, ഒരു ഈജിപ്ഷ്യൻ കവിയാണ്. ഇബ്രാഹിം നാജി, ഇദ്ദേഹം കൈറോയിലാണ് ജനിച്ചത്. കാന തബീബൻ, ഇദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് വറ അൽ ഗമാം, ലയാലി ഖാഹിറ. ഇതൊക്കെ ഇവരുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. ഇതൊക്കെ വറ അൽ ഗമാം, ലയാലിൽ ഖാഹിറ. അടുത്ത ചോദ്യം അൽ ഖാനൂനു ഫി തിബ്ബ്. ഇത് രചിച്ചത് ആരാണ്? ഇബ്നു സീനയാണ്. അൽ ഖാനൂനു ഫി തിബ്ബ് എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഇത് ധാരാളം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയാണ് അൽ ഖാനൂനു ഫി തിബ്ബ്. ഇബ്നു സീന അറിയപ്പെടുന്ന ഒരു പേര് എന്ന് പറയുന്നത് അഷേഖുർ റയീസ്. മുൻ വർഷങ്ങൾ ചോദിച്ച ചോദ്യമാണ്. അഷേഖുർ റയീസ് എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി ആരാണ്? ഇബ്നു സീന. ഇബ്നു സീനയുടെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? അൽ ഖാനൂനു ഫി തിബ്ബ്, വശിഫാ, വൻ നജാത്ത്, വൽ ഹിദായ. ഏതൊക്കെയാണ്? പറയൂ. അൽ ഖാനൂനു ഫി തിബ്ബ്, വശിഫാ, വൻ നജാത്ത്, വൽ ഹിദായ. ആറാമത്തെ ക്വസ്റ്റ്യൻസ്. മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം ലുഖൈബ, ഇദ്ദേഹം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് ലുഖൈബ ബിഷാഇറുൻ നീൽ, നൈൽ നദിയുടെ കവി എന്ന പേരിലാണ് ഹാഫിൽ ഇബ്രാഹിം അറിയപ്പെടുന്നത്. ഷാഇറുൻ നീൽ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുഹാഫദത്തി ഉസിയൂത്ത് എന്നുള്ള പ്രവിശ്യയിലാണ് ഇയാൾ ജനിച്ചത്. മാത്രമല്ല ഹുവ ഷാഇറുൻ മിസ്രിയുൻ, ഇദ്ദേഹവും ഈജിപ്ഷ്യൻ കവിയാണ്. നേരത്തെ ഇബ്രാഹിം നാജിയെക്കുറിച്ച് പറഞ്ഞു. ഇബ്രാഹിം നാജിയും ഈജിപ്തിലെ കവിയാണ്, മിസ്രിലെ കവിയാണ്. അതേപോലെ ഹാഫിൽ ഇബ്രാഹിമും ഈജിപ്തിലെ കവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള രചനകൾ ഏതൊക്കെയാണ്? ദീവാനു ഹാഫിൽ, അൽ ബുഅസാ, ലയാലി സത്യഹ്, അൽ മൂജസ് ഫി ഇൽമിൽ ഇഖ്തിസാദ്. ഏതൊക്കെയാണ്? ദീവാനു ഹാഫിൽ, അൽ ബുഅസാ, ലയാലി സത്യഹ്. ഏഴാമത്തെ ചോദ്യം. ഈലിയ അബു മാലി ഷാഇറുൻ മിൻ ഷുഅറാഇൽ മഹ്ജർ, മഹ്ജർ കവികളിൽപ്പെട്ട ഒരു കവിയാണ് ഈലിയ അബു മാലി. അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേരെന്താണ്? പറയൂ, കവിതയുടെ പേരെന്താണ്? ഓർമ്മയില്ലേ? കം തഷ്തക്കി, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കം തഷ്തക്കി എന്ന കവിത എഴുതിയതാരാണ്? ഈലിയ അബു മാലിയാണ്. അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുൽ മഷ്ഹൂറ, പ്രശസ്തമായിട്ടുള്ള രചനകൾ, ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ദീവാനു അബി മാലി, തിദ്കാറുൽ മാലി, അൽ ഖമായിൽ, അൽ ജദാവിൽ,
അത്തിബിർ വത്തുറാബ്. ഏതൊക്കെയാ? ദീവാനു അബിമാലി, തിദ്കാറുൽ മാലി, അൽ ഖമായിലു, അൽ ജദാവിലു, അത്തിബിറു വത്തുറാബ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് അദുവുൽ ഇൻസാനി വൽ ഇൻസാനിയാത്ത്. അൽ മുഖദ്ദിറാത്തു അദുവുൽ ഇൻസാനി വൽ ഇൻസാനിയാത്ത്. ലഹരി വസ്തുക്കൾ മനുഷ്യൻ്റെ ശത്രുവാണ്, മനുഷ്യത്വത്തിൻ്റെയും ശത്രുവാണ്. അൽ മുഖദ്ദിറാത്തു അദുവുൽ ഇൻസാനി വൽ ഇൻസാനിയാത്ത്. അടുത്തത് തർജുമാനിൽ ഖുർആൻ. ഖുർആൻ്റെ തർജിമ കതബഹു, ഇത് എഴുതിയതാരാണ്? അബുൽ കലാം ആസാദാണ്. അബുൽ കലാം ആസാദ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. വസീറു തർബിയയാണ്. മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതാവാണ്. മക്കയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, അല്ലേ? അത് നിങ്ങൾക്കറിയാം. തർജുമാൻ ഖുർആൻ എന്നുള്ള ഖുർആൻ്റെ പരിഭാഷ എഴുതിയ വ്യക്തി കൂടിയാണ് ആര്? അബുൽ കലാം ആസാദ്. 11ാമത്തെ ചോദ്യം, ഒരീദു ഫതാത്തൻ ജമീലത്തൻ. എനിക്ക് സുന്ദരിയായിട്ടുള്ള യുവതിയെ ആവശ്യമുണ്ട്. മൻ ഖാല ഹാദ. ഇതാരാ പറഞ്ഞത്? ഉമ്മു സാലിമാണ്. സാലിമിൻ്റെ ഉമ്മയല്ലേ പറഞ്ഞത്? എൻ്റെ മകന് വേണ്ടിയിട്ട് എനിക്ക് സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയായിട്ടുള്ള പെൺകുട്ടിയാണ് ആവശ്യമെന്ന് പറഞ്ഞത് ആരാണ്? ഉമ്മു സാലിം. സാലിമിൻ്റെ ഉമ്മയല്ലേ? ഓക്കെ. 12ാമത്തെ ചോദ്യം, കം സൂറത്തൻ ഫിൽ ഖുർആൻ കരീം. ഖുർആനിൽ എത്ര സൂറത്താണുള്ളത്? 114 സൂറത്താണുള്ളത്. ഖുർആനുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു 3 സെൻറ്റൻസ് എഴുതാൻ പറയാറുണ്ട്. അൽ ഖുർആനു ഹു കലാമുല്ലാ, അള്ളാഹുവിൻ്റെ കലാമാണ്. അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്? ഖുർആൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? അൽ ഫുർഖാൻ, വൽ ദിക്ർ, വൽ തൻസീൽ, വൽ മുസ്ഹഫ്, വൽ കിതാബ്. എന്തൊക്കെയാണ് ഖുർആൻ്റെ പേരുകൾ? അൽ ഫുർഖാൻ, ദിക്ർ, തൻസീൽ, മുസ്ഹഫ്, കിതാബ്. എത്ര സൂറത്താണുള്ളത്? 114. എത്ര മക്കിയായിട്ടുള്ള സൂറത്താണുള്ളത്? 86. മദനിയ എത്രയാ? 28. ക്ലിയർ അല്ലേ? ഖുർആൻ ഒരുമിച്ച് കൂട്ടിയതാരാണ്? ജമഅൽ ഖുർആൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതും എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ജമഅൽ ഖുർആൻ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഈ ചോദ്യം നോക്കൂ. അദ്യബിൽ കലിമാത്തിൽ ആത്തിയ. താഴെ തന്നിട്ടുള്ള കലിമത്തുകൾ അറബിയാക്കുക. സിയു. സിയുവിൻ്റെ അറബി എന്താണ്? പറയൂ. ഇലൽ ലിഖാ, വെൽക്കം, മർഹബ അല്ലെങ്കിൽ അഹ്ലൻ വസഹ്ല. മുംതാസ്, എക്സലൻറ്റ്. ഹൗ ആർ യു, കൈഫൽ ഹാൽ. മേ അള്ളാഹ് റിവാർഡ് യു, ജസാക്കല്ലാഹു ഖൈറ. മബ്രൂക്ക്, കൺഗ്രാജുലേഷൻ. ഗുഡ് ബൈ, മഅസ്സലാമ. നോ മെൻഷൻ, അഫ്വൻ. എക്സലൻ്റ് എന്താ? മുംതാസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഏതൊക്കെ? അഹ്ലൻ വസഹ്ലൻ, മർഹബ എന്നൊക്കെ പറഞ്ഞാൽ വെൽക്കം, ഇലൽ ലിഖാ, സി യു, ശുക്രൻ, താങ്ക്സ്, കൈഫൽ ഹാൽ, ഹൗ ആർ യു, ജസാക്കല്ലാഹു ഖൈറ, മേ അള്ളാഹ് റിവാർഡ് യു, മബ്രൂക്ക്, കൺഗ്രാജുലേഷൻ, മഅസ്സലാമ, ഗുഡ് ബൈ, അഫ്വൻ, നോ മെൻഷൻ, മുംതാസ്, എക്സലൻറ്റ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഉക്തുബ് സലാസൻ മിൻ മവാരീദിൽ മിയാഹ്. വെള്ളത്തിൻ്റെ സോഴ്സുകൾ, ഉറവിടങ്ങളിൽ നിന്ന് 3 എഴുതുക. വെള്ളത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെ? ബിർ, കിണർ, ബഹർ, സമുദ്രം. ബിർക്കത്ത് എഴുതാം, ഐൻ എഴുതാം, അല്ലേ? തടാകങ്ങൾ എഴുതാം, അരുവി എഴുതാം, നെഹർ, അതൊക്കെ എഴുതാൻ പറ്റും. ഏതൊക്കെ എഴുതാം? ബിർ, ബഹർ, ബിർക്കത്ത്, ഐന്, നെഹർ, ഇതൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും 3 എഴുതി വെക്കുക. ഈ ചോദ്യം നോക്കൂ. സന്ദർഭം വിവരിക്കാനുള്ളതാണ്. അഫിൽ വുളു ഇസ്രാഫുൻ. വുളുയിലും അമിതമാക്കലുണ്ടോ, ദുർവ്യയമുണ്ടോ? മൻ ഖാല ഹാദ. ഇത് പറഞ്ഞതാരാണ്? സഅദ് റളിയല്ലാഹു അൻഹു ആണ് ഇങ്ങനെ ചോദിച്ചത്. വുളുയിലും ദുർവ്യയമുണ്ടോ, അമിതമാക്കലുണ്ടോ എന്ന് ചോദിച്ചാരാണ്? സഅദ് റളിയല്ലാഹു അൻഹു. ആരോടാണ്? ലിമൻ ഖാല ഹാദ. ആരോടാണ് ചോദിച്ചത്? ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടാണ് പറഞ്ഞത്. മതാ ഖാല ഹാദ. എപ്പോഴാണ് പറഞ്ഞത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മർറ ബി സഅദിൻ, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലൂടെ നടക്കുകയായിരുന്നു. വഹു യതവല്ലു. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു വുളു എടുക്കുകയായിരുന്നു. ഫഖാല മാ ഹാദ സർഫ്. ഇങ്ങനെ വുളു എടുക്കുന്നത് കണ്ടപ്പോൾ നബി ചോദിച്ചു, മാ ഹാദ സർഫ്, എന്തൊരു ദുർവ്യയമാണിത്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫിൽ വുളു ഇസ്രാഫുൻ, വുളുയിലും ഇസ്രാഫുണ്ടോ, അമിതമാക്കലുണ്ടോ, ദുർവ്യയമുണ്ടോ? കാല നബി പറഞ്ഞു, നാം അതെ. വൈൻകുൻ തല നഹരിൻ ജാരിൻ, ഒലിക്കുന്ന നദിയാണെങ്കിലും ശരി, ഒലിക്കുന്ന അരുവിയാണെങ്കിലും ശരി, ദുർവ്യയമുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? മൻ ഖാല ഹാദ അഫിൽ വുളു ഇസ്രാഫ് എന്ന് പറഞ്ഞത് ആരാണ്? സഅദ് റളിയല്ലാഹു അൻഹു. ലിമൻ ഖാല ഹാദ ആരോടെ പറഞ്ഞത്? ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ആവശ്യമെങ്കിൽ മാത്രം അടുത്ത പാർട്ട് ചെയ്യാം. താങ്ക് യു ഓൾ.